എവിടെ എന്ന ചോദ്യമാണ്. കാരണം ഇന്നലെ മുതൽ കൊച്ചിയിലും ആലപ്പുഴയിലുമായി അന്വേഷണ സംഘത്തിന്റെ തിരച്ചിൽ നടക്കുന്നുണ്ട്. കൊച്ചിയിലെ 2 വീടുകളിലും സിദ്ദിഖില്ല. സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നു. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് സിനിമാ മേഖല ഒട്ടാകെ. അതും പ്രധാനപ്പെട്ട നടൻ, അമ്മയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ ഒളിവിൽ പോകേണ്ട പശ്ചാത്തലം ഒരുങ്ങുന്നു. സിദ്ദിഖിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച മുകേഷ് അറസ്റ്റിലാകുന്നു. മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വരുന്നു. കൊല്ലം MLA കൂടിയാണ്. CPM തലത്തിൽ മുകേഷുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യവും കാത്തിരുന്ന് കാണണം. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് സിനിമാ മേഖല എന്നുള്ളതാണ്. ഇന്നലെയാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഹൈക്കോടതി. ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തിന് അല്ലെങ്കിൽ ഇരയെ അവിശ്വസിക്കണം എന്നുള്ളതാണ്. കാരണം എല്ലാ തെളിവുകളും സിദ്ദിഖിനെതിരായിരുന്നു എന്നുള്ളതാണ് വിമർശനം. സർക്കാരിനെതിരെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെയും ഒക്കെ വിമർശനവും ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ഇതുവരെ എന്തുകൊണ്ട് പോലീസിന് സിദ്ദിഖിലേക്ക് എത്താൻ കഴിഞ്ഞില്ല? കേരളത്തിൽ തന്നെയുള്ള സിദ്ദിഖിലേക്ക് കേരളത്തിൽ തന്നെ ഉണ്ടോ എന്നതൊക്കെയുള്ള നോട്ടീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം സിദ്ദിഖിന്റെ ഫോൺ അടക്കം ലൊക്കേഷൻ അടക്കം ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ പോലീസിന്റെ മഫ്തിയിലുള്ള സാന്നിധ്യമുണ്ടായിരുന്നു എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ജാമ്യം നിഷേധിച്ചാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില പ്രതിസന്ധികൾ കൂടി സിനിമാ മേഖല കടന്നുപോവുകയാണ്. സിദ്ദിഖ് ഇന്ന് അറസ്റ്റിലാകുമോ എന്നുള്ള ചോദ്യമാണ്. അതെ, എന്തായാലും സിദ്ദിഖിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. എറണാകുളത്തും ജില്ലയ്ക്ക് പുറത്തും SITയുടെ പരിശോധന തുടരുകയാണ്. അതേസമയം ജാമ്യം തേടി സിദ്ദിഖ് ഇന്ന് ഒരു പക്ഷേ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. സുപ്രീം കോടതി സമീപിക്കാനായി സിദ്ദിഖിന്റെ ബന്ധുക്കൾ ചില അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്നും. ആജ്ഞ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ്. സിദ്ദിഖ് എവിടെയെന്നുള്ള തെരച്ചിലാണ് അന്വേഷണ സംഘമെങ്കിലും ഇതുവരെയും ഇന്നലെ വൈകുന്നേരമൊക്കെ സിദ്ദിഖിലേക്ക് എത്തി അദ്ദേഹത്തെ ട്രാക്ക് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. ആലപ്പുഴയിലെ റിസോർട്ടിൽ സിദ്ദിഖ് ഉണ്ട്, അതെ, ട്രാക്ക് ചെയ്തു എന്നുള്ള ഒരു രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ കിട്ടി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നല്ലോ ആജ്ഞ. പിന്നെ എവിടെയാണ് ഈ പിടി വിട്ടുപോയത്? ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണോ പോലീസ്? ഗുഡ് മോർണിംഗ് അശ്വതി ആൻഡ് രഞ്ജിത്ത്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം വെച്ചാൽ പോലീസ് ഏതൊക്കെ തരത്തിലാണ് അന്വേഷണം നടത്തുന്നുള്ള ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ടത് അനിവാര്യമാണ് എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ഇന്നലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തന്നെ ആയിരുന്നു. സിദ്ദിഖിന്റെ വാദമുഖങ്ങളെ അങ്ങേയറ്റം രൂക്ഷമായിട്ടാണ് കോടതി വിമർശിച്ചത്. സ്ത്രീ സമൂഹത്തിൽ ബഹുമാന്യം അർഹിക്കുന്നവൾ തന്നെയാണ്. ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് കരുതി പരാതിക്കാരിയുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അനാവശ്യമാണ് തുടങ്ങി ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പരാതിയുമായി വന്നിട്ടുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ, അല്ലെ ഇരയുടെ ഒരു വിശ്വാസം കണക്കിലെടുക്കാത്ത സാഹചര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് കോടതി മുന്നോട്ട് വന്നിട്ടുള്ള ഇരയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഭീഷണിപ്പെടുത്തലും ബലാത്സംഗവും ഉൾപ്പെടെ നിരവധി കേസുകൾ സിദ്ദിഖിനെതിരെ ചുമത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. സിദ്ദിഖിന് വൈദ്യപരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നൊക്കെ കോടതി പരാമർശിക്കുമ്പോൾ സിദ്ദിഖിനെതിരെ രൂക്ഷമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് നീക്കമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സിദ്ദിഖിന്റെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങളായി ട്രാക്ക് ചെയ്തിരുന്ന ഒരാളാണ് സിദ്ദിഖ്. പോലീസ് ദിവസങ്ങളായി ട്രാക്ക് ചെയ്ത് എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളായിരുന്നു. വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിലേക്ക് ഹർജിക്ക് പോകുന്നുവെന്നൊരു വാർത്ത പറയുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ അഭിഭാഷകരും അപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ജഡ്ജ്മെന്റ് കിട്ടിയ ശേഷം അക്കാര്യത്തിൽ പ്രതികരിക്കാം, ജഡ്ജ്മെന്റിൽ എന്തൊക്കെയാണ് വാദമുഖങ്ങളെന്ന് അറിയില്ല, വാദമുഖങ്ങളല്ല എന്തൊക്കെയാണ് ജഡ്ജ്മെന്റിൽ ഉള്ളത്, സൂചനകൾ ഉള്ളത് എന്ന് അറിയില്ല, അതുകൊണ്ട് ആ ജഡ്ജ്മെന്റ് കിട്ടിയ ശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുന്ന കാര്യം തീരുമാനിക്കാം എന്ന തരത്തിലായിരുന്നു അഭിഭാഷകനും പ്രതികരിച്ചത്. പക്ഷേ ഇതിനകത്ത് രഞ്ജിത്തും അശ്വതിയും ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് കുറേ ദിവസമായി ഇദ്ദേഹം പ്രതിയാണ്,
ഇദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇദ്ദേഹത്തിന് പിന്നാലെയുണ്ട്. പക്ഷേ എന്നിട്ട് പോലും സിദ്ദിഖിന്റെ ഫോൺ പാലാരിവട്ടത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആയി എന്നതല്ലാതെ മറ്റൊരു വിവരങ്ങളും സൈബർ പോലീസിൽ നിന്നോ അതല്ലെങ്കിൽ പോലീസിനോ വിവരം ലഭിക്കുന്നില്ല എന്നുള്ളത് അപലപനീയമാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം അതിനെ പൊതുജനവും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ ചോദ്യം ചെയ്യൽ ഉയർന്നിട്ടുണ്ട്. സിദ്ദിഖിന് സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണോ പോലീസ് ചെയ്യുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്ന ആദ്യ പരാതികളിലൊന്നാണ് സിദ്ദിഖിനെതിരെയുള്ളത്. തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിക്കുന്നു. അദ്ദേഹത്തിന് പകരം താൽക്കാലികമായി ബാബുരാജിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ബാബുരാജിനെതിരെ പരാതി വരുന്ന സാഹചര്യം ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും നയിച്ച ഒരു നമുക്കറിയാം കൊച്ചിയിൽ 2 വീടുകളാണ് സിദ്ദിഖിനുള്ളത്. ഈ 2 വീടുകളിലും ഇന്നലെ തിരച്ചിലുണ്ടായിരുന്നു. പോലീസ് സംഘമെത്തി ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് തന്നെയാണ്. മറ്റു മാർഗങ്ങൾ സിദ്ദിഖിന് മുന്നിലില്ല. കാരണം അത്ര ഗുരുതരമായ പരാമർശങ്ങൾ നമ്മൾ ആ ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആ യുവതിയോട് പെരുമാറിയത് എന്ന് അക്കമിട്ട് നിരത്തിയാണ് ആ റിപ്പോർട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന്, ആ ജഡ്ജ്മെന്റ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് തന്നെ എന്നുള്ള നിർദ്ദേശം വ്യക്തമായി നൽകുന്നു. കാരണം നമുക്കറിയാം ഒരുപാട് ആരോപണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യം കൂടി ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരമൊരു അറസ്റ്റിലേക്ക് പോകേണ്ടത് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കൂടി പ്രധാനമാണ്. അവിടെയാണ് ഈ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സിദ്ദിഖ് എവിടെ? കാരണം നമുക്കറിയാം സിദ്ദിഖ് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം, സംസ്ഥാനം വിട്ടുപോകാനുള്ള സാഹചര്യം പോലും വിരളമാണ്. കാരണം ഇന്നലെ വൈകിട്ട് വരെ സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയും സിദ്ദിഖുമായി സംസാരിക്കാൻ സാധിച്ചു. മകന് പോലും അറിയില്ല സിദ്ദിഖ് എവിടെയാണ് എന്നാണ് പോലീസ് പറയുന്നത്, എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് എത്രത്തോളം വിശ്വസനീയമാണ്? അതൊരു പ്രശ്നമാണ്. അപ്പോൾ മറ്റൊരു സാഹചര്യം പ്രധാനമാണ്. കാരണം സിദ്ദിഖിന് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. ആജ്ഞ ശരിയാണ് രജിത്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ, അതായത് സർക്കാരിന് തന്നെ ഭൂഷണമല്ലാത്ത ആരോപണങ്ങളുമായി ഉന്നയിച്ചിട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇരകളെ രക്ഷിക്കാതെ ഇതിലെ പ്രതികളെ അല്ലെങ്കിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സർക്കാർ കൈക്കൊണ്ടതെന്ന വലിയ വിമർശനം ഉയരുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി ആ കാര്യത്തിൽ ഇടപെടുന്നതും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അതിന് പൂർണ്ണരൂപം നൽകണമെന്നും അത് പഠിച്ച ശേഷം എന്ത് നടപടി സ്വീകരിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടത്. അതേ തുടർന്നാണ് ഇത്രയുമെങ്കിലും നടപടികൾ ഈ കേസിൽ ഉണ്ടാക്കുന്നതും ഉടനടി നടപടികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കും പ്രതികൾക്ക് പിന്നാലെ അന്വേഷണ സംഘം അല്പമെങ്കിലും ഒരു ആർജവത്തോടെ അതിന്റെ പിന്നാലെ പോകുന്ന, ഈ കേസുകളുടെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇന്നലെ തന്നെ മുകേഷിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അത് നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണെങ്കിൽ പോലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ മുകേഷിന്റെ അറസ്റ്റ് കാണിച്ച് കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിയത്. കാരണം മുൻകൂർ ജാമ്യം കൈവശമുള്ള ആളുടെ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ ഇത്രയധികം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കുന്നു. നമുക്കും അറിയാം മുൻകൂർ ജാമ്യം കയ്യിലുള്ള ഒരാൾക്ക് ഈ പ്രൊസീജിയറിന് അപ്പുറം ഒന്നും സംഭവിക്കാനില്ല. ഈ സമയത്താണ്, അതായത് രാവിലെയാണ് സിദ്ദിഖിനെതിരെയുള്ള ജാമ്യ ഹർജി തള്ളുന്നത്, മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നത്. അതേ തുടർന്ന് സിദ്ദിഖിന്റെ പിന്നാലെ എല്ലാവരും പോകുന്ന സമയത്താണ് മുകേഷിന്റെ കാര്യം കൂടി ഫോക്കസ് ഔട്ട് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്തരം വിമർശനങ്ങൾ കൂടി പൊതു അഭിപ്രായത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം ഈ സൂചിപ്പിച്ചതുപോലെ സിദ്ദിഖിനെയോ അതല്ലെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കാനുള്ള നടപടികൾ സിനിമാ മേഖലയിലെ തന്നെ രാഷ്ട്രീയ പിടിപാടുള്ള ഉയർന്ന ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമുണ്ട്. അത്തരം ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിലായാലും പൊതുജനങ്ങൾക്കിടയിലായാലും ഒരു വലിയ ചോദ്യം കൂടി ബാക്കിയില്ലേ? കാരണം പരാതിക്കാരി കൃത്യമായി പറയുന്നുണ്ട് സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ തടസ്സ ഹർജിയുമായി അവർ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അവരുടെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അന്വേഷണ സംഘത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ബാസ്കറ്റ് ഹോട്ടലിലടക്കം വിശദമായ പരിശോധന നടത്തിയിരുന്നു. സിദ്ദിഖിന്റെ പരാതിയിൽ സിദ്ദിഖ് നടിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു. തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണത്തിൽ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അതിൽ ഈ മസ്കറ്റ് ഹോട്ടലിൽ തെളിവുണ്ടായിരുന്നു എന്നുള്ളതാണ്.
അത് സിദ്ദിഖ് പരാതിയിൽ കാണിച്ചിരുന്നില്ല. കാരണം തിയേറ്ററിൽ വെച്ച് അവരെ കണ്ടു, സംസാരിച്ചു. പക്ഷെ മസ്കറ്റ് ഹോട്ടലിൽ ഇവരുമായി കണ്ട കാര്യം പരാതിയിൽ പറയാതിരുന്നത് സിദ്ദിഖിന് കുരുക്കായി. പക്ഷെ അത് കൃത്യമായി പോലീസ് കണ്ടെത്തുകയും ഈ മസ്കറ്റ് ഹോട്ടലിലെ ജീവനക്കാരടക്കം ചോദ്യം ചെയ്യുകയും മുറിയിലെത്തി തെളിവെടുക്കുകയും ചെയ്തപ്പോഴാണ് ഈ കുരുക്ക് മുറുകുന്നത്. എന്തായാലും പരാതിക്കാര് പിന്നോട്ടില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ശക്തമായി തന്നെ പോരാടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ കുരുക്ക് മുറുകാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ്, ഒരുപാട് കാലം ഒളിവിലിരിക്കാൻ കഴിയില്ല എന്ന് വേണ്ട നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അശ്വതി, കാരണം പരാതിക്കാരി ഈ കാര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ സിദ്ദിഖ് പരാതിക്കാരി ഇത് പരാതി നൽകാൻ വൈകിയ കാരണങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരിക്കും, വൈകിയ സാഹചര്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതിയിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിക്ക് അല്ലെങ്കിൽ ഈ അറസ്റ്റ് തടയാള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ഇടപെടൽ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും. എന്നിരുന്നാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മസ്കറ്റ് ഹോട്ടലിലെ ചോദ്യം ചെയ്യലിനിടെ, മസ്കറ്റ് ഹോട്ടലിലെ തെളിവെടുപ്പിനിടയിൽ അവിടുത്തെ ലെഡ്ജറിൽ ഈ പെൺകുട്ടി സന്ദർശിച്ചതായി പറയുന്ന സമയം പരാതി, അതായത് ഈ സംഭവം ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ദിവസവും ഒന്നു തന്നെയാണെന്ന് അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടി ഇതിനിടയ്ക്ക് തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച് ആ സമയത്തും ഇദ്ദേഹം സംസാരിച്ചത് അശ്ലീല ചുവയോടുകൂടിയാണ് എന്നൊരു പരാമർശം നടത്തിയിരുന്നു. അപ്പോഴും ഇദ്ദേഹം കഴിച്ച ഫുഡിന്റെ ബില്ല് ചെക്ക് ചെയ്തപ്പോഴും, ആ ദിവസത്തെ ബില്ല് ചെക്ക് ചെയ്തപ്പോഴും അതും കൺഫേം ചെയ്യാനായിട്ടുണ്ട്, പറഞ്ഞ റൂം നമ്പറും കൺഫേം ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ മസ്കറ്റ് ഹോട്ടലിൽ നിന്നും പെൺകുട്ടിയുടെ പരാതി സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ദിഖ് ഈ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതും. അതേ തുടർന്നുള്ള നടപടികളാണ്, അതായത് വളരെ പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യുകയും ഇതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഹൈക്കോടതിയുമായിട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അടിയന്തരമായി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി ഇക്കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ അവര് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുമില്ല. പക്ഷേ ഈ അന്വേഷണത്തിന്റെ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ കോടതിയെ അറിയിക്കുക എന്നൊരു ക്ലോസ് കൂടി അതിലുള്ളത് കൊണ്ട് തന്നെ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുണ്ടായ സാഹചര്യം. നടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നടിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥ, അത് അംഗീകരിക്കാനാകില്ല. അവരുടെ ഒരു ധൈര്യത്തെ ചോർത്തിക്കളയുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള നീക്കങ്ങൾ അനുവദനീയമല്ല എന്നും കോടതി പറയുന്നുണ്ട്. പക്ഷേ സിദ്ദിഖിനെ ജാമ്യ ഹർജി തള്ളുമ്പോൾ തന്നെ സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വേണം, സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണം, അതുപോലെ വൈദ്യപരിശോധന നടത്തണം തുടങ്ങിയ സാഹചര്യങ്ങളും. മാത്രമല്ല പ്രധാനമായും കോടതി നിരീക്ഷിച്ചത് ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന ഇരകളെ അല്ലെങ്കിൽ സ്ത്രീകളെ ആ ഒരു സാഹചര്യം കൊണ്ട് അവരുടെ സ്വഭാവത്തെ വിലയിരുത്താനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത് എന്ന് കോടതി പറയുന്നുണ്ട്. അത് ഏത് തരത്തിൽ അവരുടെ ജീവിതശൈലി ഏതായിക്കോട്ടെ, അവരുടെ സദാചാര മര്യാദകൾ, സമൂഹം കൽപ്പിക്കുന്ന സദാചാര മര്യാദകൾ ലംഘിക്കുന്ന ആളുകളെന്ന് ദുഷ്പേരുള്ളവരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആളായാലും അവരുടെ അനുവാദമില്ലാതെ അവരുടെ നേരെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സിനിമാ മേഖലയ്ക്ക് വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി. കാരണം പ്രധാനപ്പെട്ട നടന്മാരാണ്, ചെറിയറക്കാരല്ല. ഈ നമ്മുടെ സിനിമയെ ഇത്രയും നാൾ നയിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട നടന്മാരാണ് അറസ്റ്റിലാവുകയും ഒളിവിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. എന്തൊരു പ്രതിസന്ധിയാണ് അല്ലെ? തീർച്ചയായിട്ടും കുറെ ബിംബങ്ങളൊക്കെ വീണുടയുന്നു അല്ലെ. നമ്മളിങ്ങനെ വിചാരിച്ചു വെച്ചിരുന്ന കുറെ ആളുകളുടെയൊക്കെ എത്ര ഫാൻസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങൾക്കപ്പുറം ഇത് ഇങ്ങനെ നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് വളരെയധികം അവരെ ബാധിക്കുക തന്നെ ചെയ്യും.